പഠിച്ച പണി 18 പയറ്റിയിട്ടും അമേരിക്കയ്ക്ക് ഇറാനുമേൽ ഒരു വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വാസ്തവമാണ്. ഫെബ്രുവരി 28-നാണ് യുദ്ധം ആരംഭിച്ചത്. മാസം 2 പൂർത്തിയായിട്ടും ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല. അന്തിമ വിജയം തങ്ങൾക്കാണെന്ന് മണിക്കൂറുകളുടെ ഇടവേളയിൽ അമേരിക്കയും ഇസ്രായേലും ആവർത്തിക്കുമ്പോഴും ആ വിജയം നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കി നൽകിയതെന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. അതേസമയം മുൻപ് സൂചിപ്പിച്ച അന്തിമ വിജയം തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ആണവായുധം പോലും പ്രയോഗിക്കാനുള്ള നീക്കം അമേരിക്കയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇറാനെതിരെ നിരവധി സൈനിക നീക്കമാണ് അമേരിക്ക നടത്തിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലതിരിഞ്ഞ വിദേശ നയമാണ് ഇവിടെ ഇറാനെതിരെയുള്ള പടയൊരുക്കത്തിന്റെ കാതലെന്ന് കാണാൻ സാധിക്കും. ഇസ്രായേലിനെ മുന്നിൽ നിർത്തി ഇറാൻ എന്ന രാജ്യം കീഴടക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് അമേരിക്ക യുദ്ധം നയിച്ചത്. ഇവിടെ തോൽക്കുമെന്ന ഘട്ടത്തിലാണ് അമേരിക്ക ആണവായുധം പ്രയോഗിക്കുവാനുള്ള നീക്കം നടത്തിയത്. ലോകത്ത് യുദ്ധഭൂമിയിൽ ആണവായുധം പ്രയോഗിച്ചിട്ടുള്ള ഏക രാജ്യം എന്ന ചീത്തപ്പേര് ഇന്നും പേറുന്നത് അമേരിക്ക മാത്രമാണ്. ജപ്പാനിൽ അമേരിക്ക വർഷിച്ച 2 ആറ്റം ബോംബുകളുടെ പരിണിത ഫലം ഇന്നും ആ രാജ്യം അനുഭവിക്കുന്നുണ്ട്. അത് നേർചിത്രമായി മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇറാനിൽ ആണവായുധം പ്രയോഗിക്കാൻ ട്രംപ് മുതിർന്നു എന്ന വാർത്ത ലോകത്തെ ആകെ ഞെട്ടിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിനിടെ ലോകത്തെ ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചേക്കാവുന്ന തീരുമാനത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതിർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ പ്രധാന താവളങ്ങളെ ലക്ഷ്യം വെച്ച് ആണവായുധം പ്രയോഗിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം സൈനിക മേധാവി തള്ളിക്കളയുകയായിരുന്നുവെന്ന് മുൻ CIA ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുൻ ഫോക്സ് ന്യൂസ് അനലിസ്റ്റ് ആൻഡ്രൂ നെപ്പോളിറ്റാനോ അവതരിപ്പിക്കുന്ന ജഡ്ജിംഗ് ഫ്രീഡം എന്ന പോഡ്കാസ്റ്റിലാണ് ലാരി ജോൺസൺ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഏപ്രിൽ 18 ശനിയാഴ്ച നടന്ന യോഗത്തിൽ ഇറാനെതിരെ ആണവ കോഡുകൾ ലഭ്യമാക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടു. എന്നാൽ യോഗത്തിനിടയിൽ എഴുന്നേറ്റ് നിന്ന ജനറൽ ഡാൻ കെയ്ൻ പറ്റില്ലെന്ന് തറപ്പിച്ചു പറയുകയായിരുന്നു. സൈനിക മേധാവി എന്ന നിലയിലുള്ള തന്റെ അധികാരം ഉപയോഗിച്ചാണ് അദ്ദേഹം പ്രസിഡന്റിനെ തടഞ്ഞത്. ഇതേ തുടർന്ന് വൈറ്റ് ഹൌസിൽ വലിയ വാഗ്വാദവും പൊട്ടിത്തെറിയും ഉണ്ടായതായും ജനറൽ കെയ്ൻ കെട്ടിടത്തിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ പോഡ്കാസ്റ്റിൽ കാണിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ നിയമപ്രകാരം സൈന്യത്തിന് പ്രസിഡന്റിന്റെ ഉത്തരവ് തള്ളിക്കളയാൻ സാങ്കേതികമായി കഴിയില്ലെങ്കിലും ജനറൽ കെയ്ൻ എടുത്ത നിലപാട് വലിയൊരു ദുരന്തം ഒഴിവാക്കി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഈ വെളിപ്പെടുത്തലുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വാർത്ത സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് ഫ്രാൻസ് 24 വസ്തുതാ പരിശോധന നടത്തി വ്യക്തമാക്കിയത്. ഇത്തരം ഒരു നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കൻ ഭരണഘടനയിലെ അധികാര പരിധികളെക്കുറിച്ചുള്ള വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ട്രംപിന്റെ അനുകൂലികൾ ഈ വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ട്രംപിനെ യുദ്ധവെറിയനായി ചിത്രീകരിക്കാനുള്ള ചിലരുടെ നീക്കമാണിതെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രവചനാതീതമായ സ്വഭാവവും മാനസിക നിലയും കാരണം സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പ്രധാന തീരുമാനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയാണെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഹൌസിൽ നിന്ന് ട്രംപിനെ അകറ്റി നിർത്തിയതിനു ശേഷം സൈനികമായ പല തീരുമാനങ്ങളും ഉദ്യോഗസ്ഥർ അടക്കം എടുക്കുന്നുണ്ടെന്ന തീരുമാനമാണ് പുറത്തുവരുന്നത്. ഇറാനിൽ തകർന്നു വീണ വിമാനത്തിലെ പൈലറ്റുമാരെ രക്ഷിക്കാനുള്ള അതീവ നിർണായകമായ ദൗത്യം നടക്കുമ്പോൾ ട്രംപിനെ വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സൈനിക ഉപദേഷ്ടാക്കൾ തടഞ്ഞതും ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. ട്രംപിന്റെ അക്ഷമയും ദേഷ്യവും ദൗത്യത്തെ ബാധിക്കുമെന്ന് ഭയന്നാണ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇറാൻ അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടതിന് പിന്നാലെ ട്രംപ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 1979-ലെ ഇറാൻ ബന്ദി പ്രതിസന്ധിയുടെ ഓർമ്മകൾ ട്രംപിനെ വേട്ടയാടുന്നുണ്ടെന്നും മണിക്കൂറുകളോളം അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നേരെ അലറി വിളിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ച് റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കിടയിലും വലിയ ആശങ്കയും നിലനിൽക്കുന്നുണ്ടെന്നതും വാസ്തവമാണ്.